ഹലോ ഓൾ വെൽക്കം ടു ട്രീസ് വ്ളോഗ്സ്. സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ദുബായ് മോളിലുള്ള ചൈന ടൗണിനെ കുറിച്ചാണ്. സോ ഈ ചൈന ടൗൺ 2023 ഓപ്പൺ ആയത്. പക്ഷെ ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യാൻ പോകുന്നു. സോ നമ്മളിപ്പോൾ ചൈന ടൗണിൻ്റെ എൻട്രൻസിൻ്റെ അകത്ത് കയറി. സോ ഇവിടെ 4 ഭാഗമായിട്ടാണ് അവർ പിരിച്ചിട്ടുള്ളത്. നമുക്ക് ഡിഫറെൻറ്റ് തീംസ് ഉണ്ട് ഇവിടെ. ലാറ്റേൺ സ്ട്രീറ്റ് എന്ന് പറയും, ടീ റൂം ഗാർഡൻ എന്ന് പറയും, ബേർഡ് മാർക്കറ്റ് ഉണ്ട്, പ്ലസ് നിയോൺ സിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇതാണ് നിയോൺ സിറ്റിയുടെ ഒരു ആംബിയൻസ് വ്യൂ ആണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. സോ നമ്മൾ ഈ വഴി കൂടി ഇത് ലാൻറ്റേൺസ് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ലാൻറ്റേൺസ് ഉണ്ടായിരുന്നു. ആൻഡ് കംപ്ലീറ്റ്ലി ഗാർഡൻ തീംഡ് ഉള്ള ടീ റൂം ഗാർഡൻ ആയിട്ടുള്ള കുറേ റെസ്റ്റോറൻറ്റ്സ്, ഇഷ്ടം പോലെ ഉള്ള റെസ്റ്റോറൻറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 16 പോപ്പുലർ റെസ്റ്റോറൻറ്റ്സ് അവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ പോപ്പുലർ റെസ്റ്റോറൻറ്റ്സ് ലൈക്ക് ഹോക്കർ ചാൻ, പിന്നെ സൂഷി ജോയ് എക്സ്പ്രസ്, ഇങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ആൻഡ് ഇവിടെ ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ലക്ഷൂറിയസ് ചൈനീസ് ടീ ഷോപ്പാണ്. നമ്മൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല, പുറത്തുനിന്ന് കണ്ടപ്പോൾ കുറേ ചൈനീസ് കുട്ടികൾ അവരുടെ ട്രഡീഷണൽ അറ്റയറിൽ ഡ്രസ് ചെയ്ത് അവിടെ നിൽക്കുമായിരുന്നു. വിത്ത് വെരി നൈസ് ആൻഡ് പ്ലീസിങ് സ്മൈലായിരുന്നു. പിന്നെ അവിടുത്തെ ചൈനീസ് കൾച്ചർ ഉണ്ട്, ലൈക്ക് അവരുടെ ഔട്ട്ഫിറ്റ്സ്, ഇയറിങ്സ്, ഓർണമെന്റ്സ്, കുറേ ആക്സസറീസ്, അവിടുത്തെ ഷോപ്സ് ആൻഡ് ഫുഡ് എല്ലാം കൂടി ഒരു ചൈനീസ് കൾച്ചർ ആൻഡ് ആംബിയൻസ് ആയിരുന്നു. പിന്നെ ഇവിടെ കുറേ ചൈനീസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രഡീഷണൽ സ്പാസ് ഉണ്ടായിരുന്നു. വേറെ ആൾക്കാരനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർക്ക് ഒന്ന് പോയി ട്രൈ ചെയ്യാം. ആൻഡ് മോർ ഓവർ ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമബിൾ പ്ലേസ് വേർ യു ക്യാൻ ടേക്ക് പിക്ചേഴ്സ്. അപ്പൊ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോഷൂട്ട്സ് ചെയ്യാനും. ഈ കുറേ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനത്തെ ആൾക്കാരിനൊക്കെ അവർക്ക് വന്ന് നല്ല ഫോട്ടോഷൂട്ട്സ് ചെയ്യാനുള്ള കുറേ ഇൻസ്റ്റാഗ്രാമബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇത് വൺ ഓഫ് ദ സ്പാ ആണ് അവിടുത്തെ. സോ ഇവിടെ ഒരു പോപ്പുലർ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, ഹിപ്പോ ബോക്സ് എന്ന് പറഞ്ഞിട്ട്. സോ അവിടുത്തെ പോപ്പുലർ ചൈനീസ് സൂപ്പർ മാർക്കറ്റ് ആണ്. എല്ലാ പ്രോഡക്റ്റും അവിടുത്തെ ചൈനീസ് മേക്ക് ആയിരുന്നു. ആൻഡ് ക്വൈറ്റ് ലോട്ട് ഓഫ് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പിള്ളേർക്കുള്ള ബിസ്ക്കറ്റ്സ് ആവട്ടെ, ആൻഡ് ഫ്രൂട്ട് ജ്യൂസസ് ആവട്ടെ, ചോക്ലേറ്റ്സ്, ആൻഡ് ഇത് മാംഗോ ആൻഡ് കുറേ ഡിഫറെന്റ് ഫ്ലേവേഴ്സിലുള്ള ഗ്രീൻ ആപ്പിളിലുള്ള ഐസ്ക്രീം ഉണ്ടായിരുന്നു, ആൻഡ് പാൻ കേക്ക്സ് ഉണ്ടായിരുന്നു. സോ കുറേ സ്പെഷ്യലി നമ്മളിങ്ങനെയൊക്കെ കാണുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ സാധനങ്ങൾ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എല്ലാം കൂടി ഒരു ഏകദേശം 80 ദിറംസിന്റെ അടുത്തായിരുന്നു വന്നത്. ബട്ട് ഐ പിക്ഡ് അപ്പ് കുറേ ചോക്ലേറ്റ്സും വേഫൽസും ആൻഡ് കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു എടുത്തത്. ആൻഡ് ഈ ജെല്ലി ബീൻ പോലുള്ള കുറേ ഫ്ലേവേഴ്സിലുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് ഞാൻ ഒരു 2 എണ്ണം എടുത്തായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി യമ്മി, സോ യമ്മി ഇറ്റ് വാസ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിള്ളേരാണെങ്കിൽ ഇങ്ങനെ വാരി കൂട്ടുമായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ ചൈനീസ് ഫുഡൊന്നും കഴിക്കാത്ത ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ അപ്പൊ ഇങ്ങനത്തെ ഈ സ്റ്റോറിലൊന്ന് കയറിയിട്ട് ഒന്ന് ഡിഫറെന്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ ഈ ഒരു ഗ്രീൻ ടീ ഫ്ലേവർ ഉള്ള ബോട്ടിൽ ഡ്രിങ്ക് എടുത്തായിരുന്നു. ഇവിടുന്ന് ഒരു ചോക്ലേറ്റ് ഡ്രിങ്ക് ലാറ്റെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇറ്റ് വാസ് നൈസ്. ആൻഡ് പിന്നെ ഇവിടുന്ന് ഒരു കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് എ ഫ്ലഫി സോഫ്റ്റ് ചീസ് കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് റിയലി യം, നന്നായിരുന്നു. ഈ ഡ്രിങ്ക് വാസ് ലൈക്ക് ഓക്കെ ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജെല്ലി വാങ്ങിച്ചു എന്ന് പറഞ്ഞല്ലോ, ആ ജെല്ലി ഇങ്ങനെയായിരുന്നു, ചെറിയ സാഷയിലായിരുന്നു. അപ്പൊ നമ്മൾ പൊട്ടിച്ചിട്ട് വേണം കഴിക്കാൻ. പക്ഷെ നല്ല യമ്മി ടേസ്റ്റ് ആയിരുന്നു. പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, വലിയ ആൾക്കാരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അറ്റ്ലീസ്റ്റ് കഴിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കറങ്ങി നോക്കിയിട്ട് വരൂ, കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കാമല്ലോ. പിന്നെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.